ഭിക്ഷക്കാരുടെ രൂപത്തിൽ പലരും വരും. യഥാർത്ഥ ഭിക്ഷക്കാരെ നമ്മൾ മനസ്സിലാക്കി അവർക്ക് ഭക്ഷണം കൊടുക്കണമെന്ന് തെറ്റില്ല. അല്ലാതെ വന്നാൽ അത് മനസ്സിലാക്കാതെ നമ്മൾ ചെയ്താൽ നമ്മുടെ ജീവനും സ്വത്തിനും തന്നെ ആപത്താണ്. അത് കണ്ട എല്ലാവരും പെരുമാറണം. എന്തെങ്കിലും സാപ്പിടാൻ കൊടുക്കുന്ന വിശന്നിട്ട് വയ്യ. എന്തെങ്കിലും സാപ്പിടാൻ കൊടുക്കുന്ന പാലക്കാട് ബാലന്താവളമ്മ. അവിടെ നിറയെ ആളിന് മക്കളെല്ലാം ഉണ്ടായിരുന്നു, സ്വത്തുണ്ടായിരുന്നു. എല്ലാ മക്കളും കൂടി നമ്മുടെ കയ്യിലെല്ലാം വാങ്ങി. ഇപ്പൊ ഞാൻ പെരുവഴി താനെ ആരെങ്കിലും എന്തെങ്കിലും സാപ്പാട് തന്നാ അങ്ങനെ പോണു. അമ്മ വിശന്നിട്ട് വയ്യ, എന്തേലും കൊടുക്കമ്മ. കൈ കഴുകിയിരിക്കേ, ഞാൻ സാപ്പാട് എടുത്തിട്ട് വരാൻ അമ്മ. അവിടെ പൈപ്പ് ഇരിക്കാൻ. ശരി ശരി. കടവുള്ളേ സാപ്പാട് കഴിക്കും. സന്തോഷമായി.
അവിടെ വെച്ചോ, ഞാൻ എടുത്തോളാം. നിങ്ങളവിടെ കൈ കഴിക്കും. എഴുതിക്കാം. അവിടെ അത് പിച്ചക്കാരനൊന്നും അല്ല. അത് പിച്ചക്കാരന് നമ്മള് പറയാൻ പാടില്ല അങ്ങനെ. കാരണം അയാള് നല്ല കുടുംബത്തിൽ ജനിച്ച് നല്ല ജോലിയൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ പ്രായമായി കഴിഞ്ഞപ്പോ മക്കൾ അയാളുടെ സ്വന്തം മുതലും എല്ലാം അയാളെ ഉപേക്ഷിച്ചു. അപ്പൊ പിന്നെ അയാൾക്ക് എങ്ങനെയും ജീവിക്കണ്ടേ. അതിന് അയാളിങ്ങനെ ഓരോ വീട് കയറി ഇറങ്ങാണ്. നമ്മുടെ അടുത്ത് വന്ന് ഭക്ഷണം ചോദിച്ചപ്പോ നമ്മുടെ കയ്യിൽ ഉള്ളത് കൊടുക്കുക. അപ്പൊ അയാൾക്കൊരു തൃപ്തി, നമുക്കൊരു തൃപ്തി. ഭക്ഷണം ആര് ചോദിച്ചാലും കൊടുക്കണം. അപ്പൊ നോക്കി കണ്ടും കൊടുക്കണം. ചിലവര് പറ്റിക്കാൻ വേണ്ടി വരും, ചിലവര് അവിടെ ഇല്ലായ്മ കൊണ്ട് വരും. അപ്പൊ നോക്കി കണ്ടും വേണം കൊടുക്കാൻ. അയാൾക്ക് കൊടുത്തപ്പോ അയാൾക്ക് ഭയങ്കര സന്തോഷമായി. ഇല്ല, ഭക്ഷണം വിശന്ന് വരുന്ന ഒരു മനുഷ്യന് ഭക്ഷണം കിട്ടിക്കഴിഞ്ഞാൽ എന്തോ ഒരു ആശ്വാസമാണെന്നറിയോ. നമ്മൾ കളയുന്ന ഓരോ ഒറ്റ ചോറും മറുവശത്ത് ഓരോരുത്തരും ചോറാണ്. അവരുടെ ചോറാണ് നമ്മൾ കൊണ്ട് കളയുക. ചെയ്യാൻ പാടില്ല. ഒരു പിച്ചക്കാരൻ ഇപ്പൊ വന്നെന്ന് പറഞ്ഞാൽ നാളെ നമ്മളും ഈ അവസ്ഥയിലെത്താം. നമ്മുടെ ശരീരത്തിൽ ഏതെങ്കിലും ഒരു ഞരമ്പ് മാറിയാൽ മതി. കിടക്കുന്ന ഞരമ്പ് വഴിക്ക് അത് കിടക്കേണ്ട രീതിയിൽ കിടന്നില്ലെങ്കിൽ നമുക്ക് ഇങ്ങനെയൊക്കെ ആവാം. നമ്മുടെ ബുദ്ധിയും ബോധവും എല്ലാം മാറിപ്പോകാം. നമുക്ക് ചെയ്യുന്നതിനൊന്നും നമുക്കറിവില്ലാതെ വരാം. നമ്മുടെ അടുത്ത് വരുന്ന ഇങ്ങനെയുള്ളവരെ തിരിച്ചറിയാനുള്ള ഒരു കഴിവ്
നമുക്ക് വേണം. ചിലവര് നമ്മളെ പറ്റിക്കാൻ വേണ്ടി ഓരോന്നും ചോദിച്ചു വരും. അത് വെച്ച് കത്തിയും വെച്ച് സ്വർണം കെട്ടി അവർ പോകും. അപ്പൊ അങ്ങനെയുള്ളവരൊക്കെ സമൂഹത്തിൽ നമുക്ക് തിരിച്ചറിയാൻ കഴിയണം. അതിനുള്ള ഗ്രാഹ്യം നമുക്ക് ഉണ്ടാവണം കേട്ടോ മോനെ.